ഹായ് ഗൈസ്. സോ ഇന്ന് ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പം എൻ്റെ കസിൻ വന്നിട്ടുണ്ട്. അവളുടെ വീട് തിരുവമ്പാടി. അപ്പോൾ എൻ്റെ കസിൻ ഫസ്റ്റ് കസിനാണ്, അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവളും ഞാനും കൂടെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാൻ ഓർത്തു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി വന്ന് 2 പണികൾ ചെയ്യാണ്ട് ആ 2 പണികൾ ചെയ്ത് കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് രാത്രി എനിക്കിന്ന് ബാംഗ്ലൂർ പോകണം. ഞാൻ ഒരു വക പാക്ക് ചെയ്തിട്ടില്ല, ഒന്നും പാക്ക് ചെയ്തിട്ടില്ല. എല്ലാം പാക്ക് ചെയ്യണം. എൻ്റെ എക്സാംസിന് വേണ്ടി പോവാണ്. അപ്പം ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി അവിടെ കുറച്ച് കാലം ഉണ്ടാവും. എന്നിട്ട് പിന്നെ ഞാൻ ഫൈനലി തിരിച്ചിങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഹോൾ ഡേയും പിന്നെ ഞാൻ ഇന്ന് രാത്രി ബാംഗ്ലൂർ വന്നോളൂ. ഓക്കെ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി സിൽവർ സ്പൂൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നു. ഈ സ്ഥലം ഞാൻ കാണിച്ചുതരാം. അവിടെ പോയിട്ട് ഇപ്പം ഞാൻ ഒരു മസാല ദോശയും എൻ്റെ കസിൻ പൊറോട്ടയൊക്കെ രാവിലെ തന്നെ കഴിക്കുന്നത്, വലിയ പുള്ളിക്കാരി. അപ്പോൾ നമ്മളത് കഴിക്കാൻ പോവാണ്. ഇതാണ് എൻ്റെ കസിൻ. അവൾ ക്യാമറയും വരില്ല, അവൾക്ക് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവൾ അറിയാൻ ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ്. ഡേഞ്ചറസ്, റിസ്കി. മസാല ദോശ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് HD ആവാൻ വേണ്ടി കുറേ നേരം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻ്റെ കസിൻ ഇരിപ്പുണ്ട് കേട്ടോ. അവൾ ഭയങ്കര നാണക്കാരിയാണ്. നേരത്തെ വീഡിയോ പറഞ്ഞില്ലായിരുന്നു, പക്ഷേ അവളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അവൾ പറയുകയാണ് ഞാൻ അവളുടെ കൺസെൻറ്റ് ഇല്ലാണ്ട് അവളുടെ ഫേസ് ഇടുവാണ്, അപ്പോൾ എനിക്ക് അഗെയിൻസ്റ്റ് കേസ് എടുക്കട്ടെ അല്ലേ? പക്ഷേ കൺസെൻറ്റ് മുഖ്യമാണ്, അത് ശരിയാണ്. പക്ഷേ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കളക്ട്രേറ്റ് ഓഫീസിൽ പോകണം, ഒരാവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫോട്ടോ എടുക്കാണ്ട് കോളേജിൽ ഒരു അപ്ലോഡ് ചെയ്യാൻ കോൺവെക്കേഷന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോകണം. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചൊന്ന് എനിക്ക് പാക്ക് ചെയ്യണം. ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബാംഗ്ലൂർ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇതുണ്ടോ അയക്കൊണ്ടിരിക്കുക. എൻ്റെ ഫിറ്റ്നസ് ജേണിയാണ് ഗൈസ്, നിങ്ങളെല്ലാവരും കാണണം. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് കാറിലേക്ക് കയറട്ടെ. ഓക്കെ, വൂഫി ഫാൻസ് എന്നോട് ചോദിച്ചു വൂഫിനെ എന്താ കാണിക്കാത്തതെന്ന്. വൂഫിനെ കാണിക്കാത്തൊരു വൂഫിനെ കാണിക്കാത്തൊരു വീഡിയോ ഇല്ല ഗൈസ്. വൂഫിനെ കാണിക്കാം. അയ്യോ എൻ്റെ കുഞ്ഞിനെ നോക്കണേ. ഇപ്പം ചാടാൻ ശ്രമിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാടാം. ഞാൻ കുഞ്ഞിനോ കണ്ടോ, അവൻ ക്യാമറ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം വിളിക്കും. അത് വേണ്ടോ, ഇവനിപ്പോൾ ചാടണോ ഉണ്ടായിരുന്നു. അതിനാണ് നോക്കി കുഞ്ഞിനാണോ. വൂഫി ഫാൻസ് അസംബിൾ ഹിയർ. ഞാൻ അവന് ഉമ്മ വെച്ചിട്ട് ഇവിടെ കണ്ടപ്പോൾ ലിപ്സ്റ്റിക് ആയി. അപ്പോൾ ഗൈസ് ഇവനെ വെറുതെ വിടാം നമുക്ക്. ഞങ്ങൾ കളക്ട്രേറ്റിലൊക്കെ പോയ എല്ലാ സംഭവമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഹൈലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വണ്ടി ഓടിക്കുന്നത് വെറും പട്ടി ഷോ കാണിക്കുകയാണ് ഗൈസ്. ഇവിടെ കണ്ടോ, ഫുൾ കൺസ്ട്രക്ഷനാണ്. ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നതിൻ്റെയാണെന്ന് തോന്നുന്നു. മൊത്തം സൈഡിൽ റോഡ് മൊത്തം ഇടിച്ചിട്ട് വണ്ടികൾക്ക് പോകാൻ സ്ഥലമേ ഇല്ലാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ്. അങ്ങനെ നമ്മൾ ഫൈനലി ഹൈലൈറ്റ് മോളെത്തിയിരിക്കുന്നു ഗൈസ്. ഒട്ടും തിരക്കില്ല എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. വൻ തിരക്കെന്നൊക്കെ പറഞ്ഞാൽ വൻ തിരക്ക്. പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല. എൻ്റെ അവസാനം താഴെ പോയിട്ടൊക്കെയാണ് പാർക്ക് ചെയ്തത്. നമ്മുടെ മുന്നിൽ വണ്ടി. ഗൈസ്, ഞങ്ങൾ ഹൈലൈറ്റ് വന്നിട്ട് ഇപ്പോൾ വെസ്റ്റ് സൈഡിൽ വന്നു. എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാൻ ഓർത്തിട്ട് ഇപ്പോൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കണം. നോക്കുക വല്ലതും നല്ലതുണ്ടോ. എൻ്റെ കസിൻ ഇതാ, അവക്കാണ് മെയിനായിട്ട് ഷോപ്പ് ചെയ്യാൻ വന്നത്. പക്ഷേ ഇവിടെ വന്ന് കണ്ടിട്ട് എനിക്ക് പ്രലോഭനത്തിൽ ഞാൻ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ല പ്രലോഭനത്തിൽ വീണു. പ്രസൻറ്റിങ് ടു യു 1ാമത്തെ ഡ്രസ്സ്. വേറൊരു പണിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് ഇടുന്നു, അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, മാറുന്നു. അടുത്തത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് ഈ 4 ഡ്രസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് നെക്സ്റ്റ് വൺ. നിങ്ങളെല്ലാവരും കാണണം. ലാസ്റ്റ് ഈ 4ലാണ് ഞാൻ ട്രൈ ചെയ്തത് ഗൈസ്. ഡാൻസ് കളി ഗൈസ്. ഞാനങ്ങനെ പ്രലോഭനത്തിൽ വീണിട്ട് ഞാൻ ഷോപ്പ് ചെയ്തു. ഞാനും ഡ്രസ്സ് വാങ്ങി, എൻ്റെ കസിനും ഡ്രസ്സ് വാങ്ങി. ഞങ്ങൾ ഇപ്പോൾ ഫുഡ് കോർട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ജ്യൂസൊക്കെ കുടിക്കാനൊക്കെ ആയിട്ട് വന്നേക്കാണ്. നമ്മളപ്പം ഹൈലൈറ്റിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. എന്നിട്ട് തിരിച്ചിപ്പം പാർക്കിങ്ങിലെത്തി. ഇനി വണ്ടി എടുത്ത് ഇവക്ക് കുറച്ച് ഡയമണ്ട്സ് മേടിക്കണം എന്ന്. സോറി, ജോലി എടുക്കുന്ന ആൾക്കാർക്ക് എന്തോ, നമ്മളെപ്പോലെ അല്ലല്ലോ. ജോലി എടുക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണേലും മേടിക്കാം, എവിടെ വേണേലും സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അവള് സാധനം മേടിക്കാൻ പോക്ക് പിന്നെ. അപ്പോൾ ഞങ്ങൾ പിന്നെയും പുറത്തൊക്കെ പോയി.
പുറത്തേക്ക് പോയി. പിന്നെ ഞാൻ എൻ്റെ കോൺവെക്കേഷൻ എന്താ ഫോട്ടോ എടുക്കണം, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അതൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ പോകണം ഗൈസ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരു പുതിയ ഷോറൂം തുടങ്ങാണ്, ലൈക്ക് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ അത് കാരണം ഇവിടുത്തെ ഫുൾ കുറേ ആഭരണങ്ങളൊക്കെ മാറ്റി. ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ സ്റ്റഡ് മേടിക്കാൻ വന്നു, അപ്പോൾ അതുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും മാറ്റി ഫുള്ള് ദയാനിൽ കപൂർ. അങ്ങനെ എൻ്റെ കസിൻ അവൾ സ്വന്തമായിട്ട് ഡയമണ്ടൊക്കെ മേടിച്ചു. ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾ ഒരു ഹാമ്പറൊക്കെ കിട്ടിയിട്ട് ഇനി തിരിച്ച് പോവാം വീട്ടിലേക്ക്. എനിക്കൊരു ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു, അതെടുക്കണം എന്നുണ്ട്. കാരണം അതെടുത്ത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര വലിയ പ്രശ്നമാണ്. അപ്പോൾ അതെടുക്കാൻ പോയി. ഒന്നെങ്കിൽ ഇന്നെടുക്കും, അല്ലെങ്കിൽ എനിക്ക് മടിയാണ്, തളർച്ചയാണെങ്കിൽ ഞാൻ നാളെ ബാംഗ്ലൂർ പോയിട്ട് എടുക്കും. പിടിച്ചു. ഹലോ, ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ഭയങ്കര ടയേർഡായി. എൻ്റെ കസിൻ തിരിച്ച് നാട്ടിൽ പോകുന്ന ഓർത്തെ. പക്ഷെ അവൾ പോകുന്നില്ല, അവൾ ഇന്ന് ഇവിടെ തന്നെ. പക്ഷെ ഞാൻ രാത്രി പോകും ബാംഗ്ലൂർ. അപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം ഫുഡൊക്കെ മേടിച്ച് വന്ന് അങ്ങനെ കുറേ തിരക്കായി. എൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ചു, അൽഫാമൊക്കെ കഴിച്ചു. എന്നിട്ട് സമയം കിട്ടിയില്ല എടുക്കാൻ. എൻ്റെ ഇപ്പം പോയി ഞാൻ ഫുൾ പാക്ക് ചെയ്തു. ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കാൻ നോക്കാം, പക്ഷെ സമയം കിട്ടിയില്ല. പാക്ക് ചെയ്തു കുളിച്ചു. ഞാൻ ബസ്സിന് കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക് പോകാനാവും. അപ്പം ഞാൻ ബസ്സിലൊക്കെ പോകാൻ വേണ്ടി ഫുൾ റെഡിയായി. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇത്രയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇത്രയും കൊണ്ടുവന്നത് ട്രൈപോഡ്, ഇതിനകത്ത് ലാപ്ടോപ്പൊക്കെയാണ്. ഇത്രയെങ്കിലും കൊണ്ടുപോകണം. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ തിരിച്ചു വരണമല്ലോ. അപ്പോൾ ഇത്രയും കൊണ്ടുപോകണം. ഈ പെട്ടിക്കകത്താണെങ്കിൽ പപ്പ എത്രയോ 35-40 മാംഗോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മാവ് മരത്തിൽ നിന്നിട്ട് ഇത് കിട്ടിയായിരുന്നു. കുറേ മാങ്ങ പറിച്ചു ഇവിടെ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ടേക്ക് ഫ്രണ്ട്സിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് മാങ്ങ ഒത്തിരി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പെറുക്കിയെടുത്തോണ്ടാണ് പോണത് ഗൈസ്. എൻ്റെ ഒരു സ്നേഹം ടു മൈ ഫ്രണ്ട്സ്. നിങ്ങളെല്ലാവരും കാണും. ഇവളോടും ഭയങ്കര സ്നേഹം, പക്ഷെ ഇവർക്കൊരു സ്നേഹമില്ല, സ്നേഹപ്രകടനം ഇല്ല. ഓക്കെ ബായ്. എൻ്റെ ബസ്സിൻ്റെ സമയമായി, ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. എൻ്റെ കസിനും എൻ്റെ അപ്പനും കൂടെ എന്നെ കൊണ്ടുപോയിടും. ബസ് കയറണുള്ളൂ. ഞാൻ ആദ്യം സ്ലീപ്പറായിരുന്നു ബുക്ക് ചെയ്യാൻ ഓർത്തേ. പക്ഷേ ഞാൻ സെമി സ്ലീപ്പറായി ഇപ്പോൾ ബുക്ക് ചെയ്തത്. അപ്പോൾ സെമി സ്ലീപ്പർ ബുക്ക് ചെയ്തത് കാരണം എനിക്ക് ബസ്സിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ തൊട്ടടുത്തൊരു ആൻറ്റിയാണ്, ഒരു ചേച്ചിയാണ്. ആരെങ്കിലും കാണും, സ്ത്രീകളായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റും നടത്തില്ല. എന്നാൽ അവിടെ ഇവിടെയൊക്കെ പമ്മി ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, ഇവിടെ സൈഡിൽ കൂടെ എനിക്ക് എൻ്റെ കസിൻ്റെ പുച്ഛമുഖം കാണാം. പക്ഷെ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഇതാണ് എൻ്റെ അപ്പൻ. ഓക്കെ, ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്, പക്ഷെ ചിരിക്കൂല. ഞങ്ങൾ അടിയായിരുന്നു കുറച്ച് മുമ്പ്, പക്ഷെ ഇപ്പം ശരിയായി. മാങ്ങയൊക്കെ എനിക്ക് കൊണ്ട് തന്നു. അപ്പം ഞങ്ങളിത് ബസ് കയറാൻ പോകാം കേട്ടോ. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതൊക്കെ ഇട്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബസ് ലേറ്റാണ്. ഞാൻ നേരത്തെ വന്ന് നിൽക്കുന്ന സമയത്തൊക്കെ ബസ് ലേറ്റ് ആയിരിക്കും. ഞാൻ ലേറ്റ് ആവുന്ന സമയത്തൊക്കെ ബസ് നേരത്തെ ആയിരിക്കും. ഇതാണ് എൻ്റെ ജീവിതം. ഇങ്ങനെ ആണ് ജീവിതം എൻ്റെ. ഞാനൊന്നും പറയുന്നില്ല. കൂടിപ്പോ ഗൈസ്, എന്തായാലും ബസ് കയറട്ടെ. ബസ് ആണെന്നല്ലേ പോകാൻ പറ്റുള്ളൂ. അല്ലേ? അതെ. അങ്ങനെ നമ്മൾ ബസ് കയറി ഫൈനലി ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഇൻ ബാംഗ്ലൂർ. എൻ്റെ വൃത്തിയായിട്ട മോൻ്റെ എല്ലാം സുന്ദരമായ നോക്കും. സങ്കടമാണ് ഗൈസ്. ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു. ബസ്സിൽ മൊത്തം അത് റോഡിലും ഫുൾ തിരക്കായിരുന്നു. അപ്പോൾ ചുരമൊക്കെ കയറുന്ന സമയത്താണെങ്കിൽ സീനോട് സീൻ. ഇത് ഞാൻ നിങ്ങളെ തിരക്ക് കാണിക്കാൻ വേണ്ടി നോക്കുന്നതാണ്. പക്ഷേ കറക്റ്റ് ആ സമയത്ത് മുന്നിൽ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗൈസ് ഭയങ്കര തിരക്കായിരുന്നു, തിരക്കോട് തിരക്ക്. അതും AC ഓഫായി, ഇടയ്ക്ക് AC ഓണാവുന്നു, അങ്ങനത്തെ കളിയായിരുന്നു. ഇവിടുത്തെ ബാംഗ്ലൂർ ഓട്ടോ ചേട്ടന്മാർക്ക് കൊടുക്കുന്ന കാശുണ്ടെങ്കിൽ നമുക്കൊരു ബംഗ്ലാവ് പണിയാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫൈനലി ബാംഗ്ലൂർ എത്തിയിരിക്കുന്നു. ഇന്നലെ ഭയങ്കര ഉറക്കമായി പോയി, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര തണുപ്പായിരുന്നു. ചുരം കയറുന്ന സമയത്ത് ഭയങ്കര AC ഓഫാക്കിയായിരുന്നു, ഭയങ്കര ചൂടുമായിരുന്നു. പക്ഷെ എന്തായാലും ഫൈനലി എത്തി. ഞങ്ങളങ്ങനെ ഇപ്പോൾ പോവാണ്. ഇപ്പം ഞാൻ ഫ്രഷൊക്കെ ആയി. ഇനി എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇപ്പോൾ ഞാൻ മീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഡേ ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും see you guys.